Hi students, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ മറ്റൊരു ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. യൂണിറ്റ് സെൽ അതുപോലെ സ്പേസ് ലാറ്റിസ്. യൂണിറ്റ് സെല്ലും സ്പേസ് ലാറ്റിസും ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഈ യൂണിറ്റ് സെൽ? നമുക്കറിയാം 4 തരം ക്രിസ്റ്റലൈൻ സോളിഡ്സ് ഉണ്ട് അല്ലേ? മോളിക്കുലാർ ഉണ്ട്, കോവാലന്റ് ഉണ്ട്, മെറ്റാലിക് ഉണ്ട്, അയോണിക് ഉണ്ട്. ഏത് ക്രിസ്റ്റലൈൻ സോളിഡ്സ് എടുത്താലും അതിനകത്തുള്ള നമ്മളിപ്പോൾ ഒരു ക്രിസ്റ്റലൈൻ സോളിഡ് എടുത്തു, അതിൻ്റെ ഒരു പീസ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതൊരു 3 ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് ആണല്ലോ അല്ലേ? ആ 3 ഡയമെൻഷണൽ അറേഞ്ച്മെന്റിനെ വിളിക്കുന്ന പേരാണ് സ്പേസ് ലാറ്റിസ്. അപ്പൊ എന്താണ് സ്പേസ് ലാറ്റിസ്? സ്പേസ് ലാറ്റിസ് നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് ദ 3 ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് ഓഫ് എ ക്രിസ്റ്റൽ ഇൻ സ്പേസ്. ഒരു ക്രിസ്റ്റലിനെ നമ്മൾ 3 ഡയമെൻഷണൽ ആയിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ സ്പേസിൽ നമുക്ക് എങ്ങനെയാണ് കാണുന്നത്, അതിനെ വിളിക്കുന്ന പേരാണ് സ്പേസ് ലാറ്റിസ്. ഇപ്പൊ ഒരു സ്പേസ് ലാറ്റിസ് ഒരു 3 ഡയമെൻഷണൽ പിക്ചറാണ് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കാതെ ഒരു 3 ഡയമെൻഷണൽ പീസിലേക്ക് നമുക്കറിയാം സ്വാഭാവികമായിട്ട് 2 ഡയമെൻഷനിലേക്ക് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവും. എന്നിരുന്നാൽ പോലും ഇതൊരു സ്പേസ് ലാറ്റിസ് ആണ് എന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യാം. അപ്പൊ ഒരു സ്പേസ് ലാറ്റിസ് എന്ന് പറയുന്നത് 3 ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് ആണ് അല്ലെ? ഏത് പാർട്ടിക്കിൾ ഏതും ആവും കേട്ടോ. നമ്മളെ മോളിക്യൂൾ ആവാം, ആറ്റം ആവാം, അയോൺ ആവാം, ഏതും ആവാം. ഏതാണെങ്കിലും നമ്മുടെ ആ ക്രിസ്റ്റലിന്റെ ഒരു 3 ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് ഇങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ അറേഞ്ച്മെന്റ് പ്രകാരം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റാൻ പറ്റും. അതായത് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു സ്പേസ് ലാറ്റിസ് ഒരുപാട് ചെറിയ പീസസ് ചേർന്നിട്ടുള്ളതാണ്. ഇതിൽ ഒരു പീസിനെ ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്. സപ്പോസ് ഈ ഒരു പീസിനെ ഞാൻ പുറത്തേക്ക് എടുക്കുന്നു. ഈ ഒരു പീസിനെ അല്ലെങ്കിൽ ആ ചെറിയ കഷ്ണത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് സെൽ. മനസ്സിലായോ? സോ വാട്ട് ഈസ് യൂണിറ്റ് സെൽ? യൂണിറ്റ് സെൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാം, ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് പോർഷൻ ഓഫ് എ സ്പേസ് ലാറ്റിസ്. സ്പേസ് ലാറ്റിസ് എന്ന് പറയുന്നത് ഒരു ക്രിസ്റ്റലിന്റെ ഏത് ക്രിസ്റ്റലൈൻ സോളിഡ് ആവാം, മോളിക്കുലാർ ആവാം, കോവാലന്റ് ആവാം, മെറ്റാലിക് ആവാം, അതുപോലെ അയോണിക് ആവാം, ഏതുമാവാം. അതിനെ 3 ഡയമെൻഷണൽ ആയിട്ട് അറേഞ്ച് ചെയ്യുന്ന വിളിക്കുന്ന പേരാണ് സ്പേസ് ലാറ്റിസ്. ആ സ്പേസ് ലാറ്റിസിലെ ഒരു കഷ്ണം മാത്രമേ ഞങ്ങൾ എടുത്തിരിക്കുക. ഈ ഒരു കഷ്ണത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് സെൽ. സോ വാട്ട് ഈസ് യൂണിറ്റ് സെൽ? ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് പോർഷൻ ഓഫ് എ സ്പേസ് ലാറ്റിസ് which when repeated in different direction. യൂണിറ്റ് സെൽ ഞാൻ പല ഡയറക്ഷനിൽ റിപ്പീറ്റ് ചെയ്താൽ നമുക്ക് സ്പേസ് ലാറ്റിസ് കിട്ടില്ലേ? ഇപ്പൊ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? It is the smallest portion of a space lattice which when repeated in different direction the entire lattice is formed. അപ്പോൾ ഈ സ്പേസ് ലാറ്റിസിന്റെ ഒരു ചെറിയ പോർഷൻ ആണ് യൂണിറ്റ് സെല്ല്. ഇപ്പൊ സപ്പോസ് നമ്മൾ ഇതൊരു യൂണിറ്റ് സെല്ലാണ് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ദിസ് ഇസ് എ യൂണിറ്റ് സെൽ. ഈ യൂണിറ്റ് സെൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ യൂണിറ്റ് സെല്ലിന് 6 ഫേസസ് ഉണ്ട്. 1 2 3 4 5 6 6 ഫേസസ് വരുന്ന ഒരു സ്മോളസ്റ്റ് പോർഷൻ ആണ് നമ്മുടെ യൂണിറ്റ് സെല്ല്. ഇതൊരു ക്യൂബ് ആണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക. ഓക്കെ, ഇതൊരു ക്യൂബാണ്. ഓക്കെ, ഈ ക്യൂബിന് 6 ഫേസസ് ഉണ്ട്. 6 ഫേസസ് ഉണ്ട്. അതുപോലെ തന്നെ 3 ആക്സിസുകൾ ഉണ്ട്. ഏതൊക്കെ 3 ആക്സിസ്? ഇതിപ്പോ ഫ്രണ്ട് ഫേസ് ആണ് അല്ലെ? ഇത് ബാക്കിലെ ഫേസ്. ഈ 2 ഫേസിനെയും കണക്ട് ചെയ്തിട്ട് നമ്മൾ ഒരു സാധനം, ഒരു വടിയോ എന്തെങ്കിലും ഇറക്കുകയാണെങ്കിൽ ഇതൊരു ആക്സിസ് ആയി. അപ്പൊ നമുക്ക് ഈ ആക്സിസ് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? അതായത് ഫ്രണ്ട് ടു ബാക്ക് അല്ലെ? ഫ്രണ്ട് ടു ബാക്ക്. ആ ആക്സിസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എ ആക്സിസ്. ഫ്രണ്ട് ടു ബാക്ക് ഏതാണ്? എ ആക്സിസ് അല്ലെ? ഫ്രണ്ട് ടു ബാക്ക്. സപ്പോസ് ഞാൻ ഇവിടെ ഒരു യൂണിറ്റ് സെൽ വരയ്ക്കുകയാണ്. ശ്രദ്ധിക്കുക, ഇത് ഫ്രണ്ട് ഫേസ് ആണ്, ബാക്ക് ഫേസ് ആണ്. ഇതിനെ രണ്ടിനെയും കണക്ട് ചെയ്തിട്ട് നമ്മൾ അതായത് ഇങ്ങനെയാണ് കേട്ടോ. ഈ 2 ഫേസ് ഇത് എ ആക്സിസ് ആണ്. ഇത് നോക്കൂ നിങ്ങൾ, സൈഡ് ടു സൈഡ് ഫേസ് ആണല്ലോ. സൈഡ് ടു സൈഡ് ഈ 2 ഫേസ്.
അതിനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഒരു ആക്സിസ് ഉണ്ടാക്കുകയാണ്, ദാറ്റ് ഈസ് ബി ആക്സിസ്. ഇനി നമുക്ക് ഒരു ആക്സിസ് കൂടെ പോസിബിൾ ആണ്, ടോപ്പ് ടു ബോട്ടം അല്ലെ. ഈ ടോപ്പ് ടു ബോട്ടം ആക്സിസ് ഞാൻ എടുക്കുന്നു, ദാറ്റ് ഈസ് സി ആക്സിസ്. അപ്പൊ എ ബി സി 3 ആക്സിസ് നിങ്ങൾക്ക് ഇപ്പോ അവൈലബിൾ ആണ്. ഏതൊക്കെ 3 ആക്സിസ്? എ ബി സി അല്ലെ. അപ്പൊ ഈ എയും ബിയും സിയും എന്താണ് പ്രത്യേകത നമുക്ക് നോക്കാം. ഇവിടെ എക്കും എ ഇങ്ങനെയുണ്ടോ, എക്കും ബിക്കും ഇടയിൽ ഒരു ആംഗിൾ ഉണ്ട്, ബിക്കും സിക്കും ഇടയിൽ ആംഗിൾ ഉണ്ട്, അതുപോലെ എക്കും ബിക്കും അങ്ങനെ 3 ഇടയിൽ ആംഗിൾസ് ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം ഓരോ ആംഗിൾസ് ഞാൻ മെൻഷൻ ചെയ്യാണ്. ഇവിടെ എക്കും ബിക്കും ഇടയിൽ ഒരു ആംഗിൾ, എക്കും ബിക്കും ഇടയിലുള്ള ഈ ആംഗിൾ നമ്മൾ ആൽഫ എന്നാണ്, ഗാമ എന്ന് വിളിക്കുന്നത്. എക്കും ബിക്കും ഇടയിലുള്ള ഈ ആംഗിൾ ഏതാണ്? ഗാമ അല്ലെ. എക്കും സിക്കും ഇടയിലുള്ള ഈ ആംഗിൾ നമ്മൾ ബീറ്റ എന്നാണ് വിളിക്കുന്നത്. ഓർക്കാൻ വളരെ എളുപ്പമാണ്. എ ബി, ബി ഫോർ ബീറ്റ, എ ബി സി. ബിക്കും സിക്കും ഇടയിൽ ആൽഫ ഉണ്ട്, പഠിക്കാൻ ഓർപ്പാണ്, ഓർമ്മ ഈസി ആയിട്ട് ഓർക്കാൻ പറ്റും. എ ബി സി 3 ആക്സിസുകളും 3 ആംഗിളുകളുമാണ് ഇതിനകത്തുള്ളത്. ആക്സിസുകൾ ഒന്നുകൂടെ ഞാൻ പറയാം. ഫ്രണ്ടും ബാക്കും കണക്ട് ചെയ്ത ഈ ആക്സിസ് ആണ് എ ആക്സിസ്. സൈഡും കണക്ട് ചെയ്ത ഈ ആക്സിസ് ആണ് ബി ആക്സിസ്. ടോപ്പും ബോട്ടവും കണക്ട് ചെയ്ത ഈ ആക്സിസ് ആണ് സി ആക്സിസ്. എ ബി സി. എക്കും ബിക്കും ഇടയിൽ ഗാമ, എക്കും സിക്കും ഇടയിൽ ബീറ്റ, ബിക്കും സിക്കും ഇടയിൽ ആൽഫ. അപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി, ആൽഫ ഫോർ എ, ബീറ്റ ഫോർ ബി അല്ലെ. അപ്പൊ കൃത്യമായിട്ട് ഓർക്കാൻ പറ്റും, എ ബീറ്റ സി, പിന്നെ ബി ആൽഫ സി. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കുക. അപ്പൊ 3 ആക്സിസുകളും 3 ആംഗിളുകളുമുള്ള ഒരു സ്മോളസ്റ്റ് പോർഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് സെൽ. അപ്പൊ യൂണിറ്റ് സെൽ എന്തിന്റെ ഭാഗമാണ്? യൂണിറ്റ് സെൽ സ്പേസ് ലാറ്റിസിന്റെ ഭാഗമാണ്. എന്താണ് സ്പേസ് ലാറ്റിസ്? ഇറ്റ് ഈസ് ദ 3-dimensional arrangement of a crystal in space. ഇനി യൂണിറ്റ് സെല്ലിന്റെ ക്ലാസിഫിക്കേഷനിലേക്ക് നമുക്ക് പോവാം. ടൈപ്സ് ഓഫ് യൂണിറ്റ് സെൽ. യൂണിറ്റ് സെല്ല് പ്രധാനമായും നമ്മൾ 2ആയി തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് 2 തരം യൂണിറ്റ് സെല്ല്? സോ ടൈപ്സ് ഓഫ് യൂണിറ്റ് സെൽ. First one, primitive or simple cubic. Primitive or simple cubic unit cell. രണ്ടാമത്തത് സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ്സ്. ഇങ്ങനെ 2 തരം യൂണിറ്റ് സെല്ലുകളാണ് പ്രധാനമായിട്ടും. So there are 2 types of unit cells. Primitive or simple cubic unit cell, centered cubic unit cell. ഓക്കെ, ഇതിൽ ഓരോന്നും നമുക്ക് വിശദമായിട്ട് നോക്കാം. ഇത് ഞാൻ ആദ്യം പറയുന്നത് പ്രിമിറ്റീവ് ഓർ സിമ്പിൾ ക്യൂബിക്. അപ്പൊ എന്താണ് ഈ പ്രിമിറ്റീവ് ഓർ സിമ്പിൾ ക്യൂബിക് എന്ന് പറയും? പ്രിമിറ്റീവ് ഓർ സിമ്പിൾ ക്യൂബിക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത് നമ്മളെ ഒരു യൂണിറ്റ് സെല്ലാണ് അല്ലെ. ഈ യൂണിറ്റ് സെൽ നമുക്കറിയാം, ആൽഫ ഉണ്ട്, ബീറ്റ ഉണ്ട്, ഗാമ ഉണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, 3 ആക്സിസും 3 ആംഗിളും ഒക്കെ ഉണ്ട്. ഓക്കെ, സമ്മതിച്ചു. ഇതില് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും 6 ഫേസും 8 കോർണേഴ്സും ഉണ്ട്. There are 6 faces and 8 corners. ഈ 8 കോർണേഴ്സിലും പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് വിചാരിക്കുക. ആരെ പാർട്ടിക്കിൾ? നമ്മൾ നേരത്തെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് പറഞ്ഞില്ലേ, ആറ്റം ആവാം, അയോൺ ആവാം, അതുപോലെ മോളിക്യൂൾ ആവാം എന്നൊക്കെ പറഞ്ഞില്ലേ. ആ പാർട്ടിക്കിൾസ് ആണ്. ഇപ്പൊ മോളിക്യുലർ സോളിഡ് ആണെങ്കിൽ ഈ പാർട്ടിക്കിൾസ് ആരായിരിക്കും? മോളിക്യൂൾസ് ആയിരിക്കും. അയോണിക് ആണെങ്കിൽ ഇത് അയോൺസ് ആയിരിക്കും. കോവാലന്റ് ആണെങ്കിൽ ആറ്റംസ് ആയിരിക്കും. So whatever be the constituent particle, you can see that there are 8 corners in a unit cell. ഈ 8 കോർണേഴ്സിലും പാർട്ടിക്കിൾസ് ഉള്ള യൂണിറ്റ് സെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രിമിറ്റീവ് ഓർ സിമ്പിൾ ക്യൂബിക്. അപ്പോൾ പ്രിമിറ്റീവ് ഓർ സിമ്പിൾ ക്യൂബിക്കിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? A unit cell in which all the corners are occupied by particles. അല്ലെ, എല്ലാ കോർണേഴ്സിലും പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ ആ യൂണിറ്റ് സെല്ലിനെ വിളിക്കുന്ന പേരാണ് പ്രിമിറ്റീവ് ഓർ സിമ്പിൾ ക്യൂബിക്. പാർട്ടിക്കിൾ നേരത്തെ പറഞ്ഞ പോലെ മോളിക്യൂൾ ആവാം, ആറ്റം ആവാം, അയോൺസ് ആവാം. ഓക്കെ, എന്നാൽ സെന്റേർഡിന്റെ പ്രത്യേകത എന്താ? സെന്റേർഡ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഉണ്ടാക്കുന്നത് ഏതിൽ തന്നെയാണ്? ക്യൂബിക്കിൽ തന്നെയാണ്, അല്ലെങ്കിൽ പ്രിമിറ്റീവിൽ തന്നെയാണ്.
പ്രിമിറ്റീവിന്റെ പ്രത്യേകത നമുക്കറിയാം, എല്ലാ കോർണേഴ്സിലും പാർട്ടിക്കിൾസ് ഉണ്ടാവും. സെന്റേർഡ് ആവുമ്പോ പാർട്ടിക്കിൾസ് എവിടെ ഉണ്ടാവും? അതർ ദാൻ കോർണേഴ്സ്, നോട്ട് ഓൺലി ദി കോർണേഴ്സ്. 8 കോർണേഴ്സിൽ മാത്രമല്ല, വേറെ എവിടെയെങ്കിലും പാർട്ടിക്കിൾസ് കാണപ്പെടുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സെന്റേർഡ്. സോ സെന്റേർഡ് യൂണിറ്റ് സെല്ലിന്റെ പ്രത്യേകത, പാർട്ടിക്കിൾസ് ആർ സീൻ അതർ ദാൻ കോർണേഴ്സ്. മനസ്സിലായോ? അതിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സെന്റേർഡിനെ നമ്മൾ പ്രിമിറ്റീവിന്റെ പ്രത്യേകത, പ്രിമിറ്റീവില് കോർണേഴ്സിൽ മാത്രമാണ് പാർട്ടിക്കിൾ എങ്കിൽ സെന്റേർഡില് കോർണേഴ്സിൽ മാത്രമല്ല വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ഉണ്ടാവും. അത് ഓരോന്നും ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഇതിൽ ഞാൻ ആദ്യം പറയുന്നത് ഫേസ് സെന്റേർഡ് ക്യൂബിക് ആണ്. ഫേസ് സെന്റേർഡ് ക്യൂബിക് it is also represented as FCC. ഫേസ് F അല്ലേ? അപ്പൊ എന്താ ഫേസ് സെന്റേർഡ് ക്യൂബിക്? നിങ്ങൾ നേരത്തെ ശ്രദ്ധിച്ചോ, ഞാൻ കാണിച്ചു തന്നു. ഇവിടെ 6 ഫേസസ് ഉണ്ട് അല്ലേ? അപ്പൊ കോർണേഴ്സിൽ പാർട്ടിക്കിൾസ് ഉണ്ട് കേട്ടോ. യു ക്യാൻ സീ ദാറ്റ് there are 8 corners. 1 2 3 4 5 6 7 8. 8 കോർണറിൽ പാർട്ടിക്കിൾ ഉള്ളത് കൂടാതെ 6 ഫേസിന്റെയും സെന്ററിൽ ഓരോ പാർട്ടിക്കിൾ. So there are 6 phases. എല്ലാ ഫേസിന്റെ നടുവിലും ഓരോ പാർട്ടിക്കിൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ഫേസ് സെന്റേർഡ് ക്യൂബിക് അഥവാ FCC എന്ന് വിളിക്കാം. ഫസ്റ്റ് ഫേസ് ദാ ഇവിടെ ഒരു പാർട്ടിക്കിൾ, ഇതിലൊരു പാർട്ടിക്കിൾ, ഇതിലൊന്ന്, ഇതിലൊന്ന്. എത്ര ഫേസ് ഉണ്ട്? 1 2 3 4 5 6 കേട്ടോ. ബാക്കിലുണ്ട്, മറക്കരുത്. അപ്പൊ ഈ ഫേസിന്റെ സെന്ററിലാണ് ഞാൻ ഇത് പ്ലോട്ട് ചെയ്യുന്നത്. And you can see that there is another phase behind the screen. ഇങ്ങനെ 6 ഫേസിന്റെ സെന്ററിൽ പാർട്ടിക്കിൾസ്. This is known as phase centered cubic. അപ്പൊ എന്താ ഫേസ് സെന്റേർഡ് ക്യൂബിക് എന്ന് പറഞ്ഞാല്? പാർട്ടിക്കിൾസ് ആർ സീൻ അറ്റ് ദി കോർണേഴ്സ് ആസ് വെൽ ആസ് അറ്റ് ദി സെന്റേഴ്സ് ഓഫ് ഓൾ ഫേസസ്. അല്ലെ? 8 കോർണറിലും 6 ഫേസിന്റെ സെന്ററിലും പാർട്ടിക്കിൾ ഉള്ളതാണ് ഫേസ് സെന്റേർഡ് ക്യൂബിക്. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ബോഡി സെന്റേർഡ്. ഇതിൽ ഒന്നാമത്തെയാണ് ഫേസ് സെന്റേർഡ്. ഇറ്റ് ഈസ് വെരി ക്ലിയർ. സെക്കൻഡ് വൺ ബോഡി സെന്റേർഡ് ക്യൂബിക്. ബോഡി സെന്റേർഡ് ക്യൂബിക് ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് BCC. നമുക്ക് വീണ്ടും ഈ റെപ്രസെന്റേഷനിലേക്ക് വരാം. ഇവിടെ 8 കോർണേഴ്സിലും പാർട്ടിക്കിൾ പ്ലസ് ഇതിന്റെ നടുവിൽ ഒരെണ്ണം. ഇപ്പൊ സപ്പോസ് ആ ഡോൾ നിൽക്കുന്ന പോലെ ആ നടുവില് സ്പേസിൽ ഒരു പാർട്ടിക്കിൾ നടുവിൽ കൃത്യമായിട്ട് കാണപ്പെടുകയാണെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? BCC എന്ന് വിളിക്കാം. അപ്പൊ ഞാൻ അതിനെ BCC ആക്കാണ്. FCC എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട്. BCC ആക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഈ ഫേസിലുള്ള എല്ലാം മായ്ക്കണം. ഇപ്പൊ കോർണേഴ്സിൽ പാർട്ടിക്കിൾ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, എല്ലാത്തിന്റെ ബേസ് എന്ന് പറയുന്നത് യൂണിറ്റ്സ് അല്ലെ പ്രിമിറ്റീവ് തന്നെയാണ് കേട്ടോ. പ്രിമിറ്റീവിൽ നിന്നാണ്, അതുകൊണ്ട് അതിന് പ്രിമിറ്റീവ് എന്ന് വിളിക്കുന്നത്. പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാൽ പ്രൈമറി ഫോം, അതിൽ നിന്നാണ് ബാക്കിയെല്ലാം ഉണ്ടാക്കുന്നത്. ഓക്കെ, കോർണേഴ്സിൽ പാർട്ടിക്കിൾസ് ഉണ്ട്. ഇത് കൂടാതെ യൂണിറ്റ് സെല്ലിന്റെ നടുവില് ഉള്ളിൽ ഒരെണ്ണമാണ്. ഇത് ഉള്ളിലാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ഇന്റേണൽ ഓർഗൻ പോലെ ഉള്ളിൽ ഫിറ്റ് ചെയ്തിരിക്കുക ബോഡി സെൽ. ഇതാണ് ബോഡി സെന്റേർഡ് ക്യൂബിക്. അപ്പൊ നമുക്ക് ഇതെങ്ങനെ ഡിഫൈൻ ചെയ്യാം? ബോഡി സെന്റേർഡ് ക്യൂബിക് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസ് ആർ സീൻ അറ്റ് ദി കോർണേഴ്സ് ആസ് വെൽ ആസ് അറ്റ് ദി സെന്റർ ഓഫ് ദി യൂണിറ്റ് സെൽ. ബോഡിയുടെ സെന്റർ അല്ലെ. തേർഡ് വൺ എന്ന് പറയുന്നത് എൻഡ് സെന്റേർഡ് ക്യൂബിക് ആണ്. എൻഡ് സെന്റേർഡ് ക്യൂബിക് എന്ന് പറയുമ്പോൾ അത് ECC ആണ്. അതായത് എൻഡുകളിൽ എത്ര എൻഡ് ഉണ്ട് ഒരു യൂണിറ്റ് സെല്ലിന്? ഒരു യൂണിറ്റ് സെല്ലിൽ നിന്ന് മാത്രമല്ല, ഏതൊരു സാധനത്തിലും 2 എൻഡ് ഉണ്ട് അല്ലെ. ഇപ്പൊ ഞാൻ ഈ യൂണിറ്റ് സെല്ലിൽ ഇങ്ങനെ കൺസിഡർ ചെയ്യണം. ഒന്നുകിൽ എനിക്ക് ഇതൊരു എൻഡും ഇതൊരു എൻഡും ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ 2 എൻഡ് എടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ 2 എൻഡ് എടുക്കാം. അപ്പൊ 2 എൻഡുകൾ ഓപ്പോസിറ്റ് ആയിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കുക. അപ്പൊ എൻഡ് സെന്റേർഡ് ക്യൂബിക്കിന്റെ പ്രത്യേകത, പാർട്ടിക്കിൾസ് എവിടെയാണ് കാണപ്പെടുന്നത്? കോർണേഴ്സിലും അതുപോലെ തന്നെ 2 എൻഡിലും ഉണ്ടായിരിക്കും. ഞാൻ ഇവിടെ ടോപ്പ് ആൻഡ് ബോട്ടം 2 എൻഡുകളായിട്ട് എടുക്കുക. So how to define ECC or end-centered cubic? Particles are seen at the corners as well as the 2 ends. അല്ലെ, 2 എൻഡിലും പാർട്ടിക്കിൾസ്. ഇങ്ങനെ നമ്മൾ യൂണിറ്റ് സെല്ലിനെ തരംതിരിച്ചിട്ടുണ്ട്. ഇപ്പൊ യൂണിറ്റ് സെല്ലിനെ പ്രധാനമായി 2ആയി തരംതിരിച്ചിട്ടുണ്ട്. പ്രിമിറ്റീവ്, സെന്റേർഡ്. പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാൽ കോർണേഴ്സിൽ മാത്രമായിരിക്കും പാർട്ടിക്കിൾസ്. 8 കോർണേഴ്സ് ഉണ്ട്. സെന്റേർഡ് എന്ന് പറയുന്നത് കോർണേഴ്സിൽ കൂടാതെ വേറെ എവിടെയെങ്കിലും പാർട്ടികൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെന്റേർഡ്. 3 തരം സെന്റേർഡ് ഉണ്ട്. ഫേസ് സെന്റേർഡ് അഥവാ FCC. FCCയില് കോർണേഴ്സിൽ മാത്രമല്ല എവിടെ പാർട്ടിക്കിൾസ് കാണപ്പെടും? ഫേസിന്റെ സെന്ററുകളിലും കാണപ്പെടും. 6 ഫേസുകളാണുള്ളത്, മറക്കരുത്.
ബോഡി സെന്റേർഡ് എന്ന് പറയുമ്പോൾ യൂണിറ്റ് സെല്ലിന്റെ കോർണേഴ്സിൽ മാത്രമല്ല യൂണിറ്റ് സെല്ലിന്റെ നടുവിലും പാർട്ടിക്കിൾ ഉണ്ടായിരിക്കും. എൻഡ് സെന്റേർഡ് എന്ന് പറയുമ്പോൾ കോർണേഴ്സിലും അതുപോലെ തന്നെ രണ്ട് എൻഡിലും പാർട്ടിക്കിൾസ് കാണപ്പെടും എന്നുള്ളത്. അപ്പൊ യൂണിറ്റ് സെല്ലിന്റെ ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് പറയാൻ പോകുന്നത് ഓരോ യൂണിറ്റ് സെല്ലിലും എത്ര പാർട്ടിക്കിൾസ് ഉണ്ട് എന്നുള്ളതാണ്. കാൽക്കുലേഷൻ ഓഫ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ യൂണിറ്റ് സെൽ. ആ ഭാഗത്തേക്ക് നമുക്കൊന്ന് കടക്കാം. ഓക്കെ, കാൽക്കുലേഷൻ ഓഫ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ യൂണിറ്റ് സെൽ. നമുക്ക് ആദ്യം പ്രിമിറ്റീവ് എടുക്കാം. പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു യൂണിറ്റ് സെല്ലിന്റെ 8 കോർണേഴ്സിലും പാർട്ടിക്കിൾസ് അല്ലെ. അപ്പൊ അത്തരം യൂണിറ്റ് സെല്ലിൽ എത്ര പാർട്ടിക്കിൾ ഉണ്ട്? സ്വാഭാവികമായി നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ഉത്തരം ഒരു യൂണിറ്റ് സെല്ലിൽ 8 കോർണറിലും പാർട്ടിക്കിൾ ഉണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ 8 പാർട്ടിക്കിൾ ഉണ്ടാവില്ലേ എന്നുള്ളതാണ്. സത്യത്തിൽ 8 പാർട്ടിക്കിൾ ഇല്ല. എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. ഇപ്പോ നമ്മൾ ഇവിടെ ഒരു ചിത്രം കൺസിഡർ ചെയ്യാണ്. ഇതൊരു സ്പേസ് ലാറ്റിസിന്റെ ഒരു പീസ് ഞാൻ എടുത്തതാണ്. സ്പേസ് ലാറ്റിസിൽ നിന്ന് ഒരു കഷ്ണം. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ ഒരു 8 സെല്ലുകൾ ഉണ്ടായിരിക്കും. 1, 2, 3, 4. ഇതേപോലെ ഇപ്പുറത്ത് 1, 2, 3, 4, 8 ഉണ്ട് അല്ലെ. ഇതില് ഒരു യൂണിറ്റ് സെൽ നമ്മൾ കൺസിഡർ ചെയ്യാം. ഒരു യൂണിറ്റ് സെൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇതിപ്പോ ഒരു ചെറിയൊരു യൂണിറ്റ് സെല്ലാണ്. ഈ യൂണിറ്റ് സെല്ലിന്റെ ഒരു പാർട്ടിക്കിളിനെ, ഈ പാർട്ടിക്കിളിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഈ യൂണിറ്റ് സെൽ നമ്മൾ ഇതിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇതിനകത്ത് ഫിറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പൊ ഞാൻ ഈ ഒരു പാർട്ടിക്കിളിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഈ ഒരു പാർട്ടിക്കിൾ ഇതാണെന്ന് വിചാരിക്കാം. ഈ യൂണിറ്റ് സെല്ലിന്റെ പോർഷൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ഒരു പാർട്ടിക്കിള് 8 യൂണിറ്റ് സെല്ലിന്റെ മൊത്തത്തിലല്ലേ എടുക്കുന്നത്. അതായത് ഈ ഒരു പാർട്ടിക്കിളിന്റെ അവകാശം 8 യൂണിറ്റ് സെല്ലുകൾക്ക് ഉണ്ട്. കാരണം ഇത് വരുന്ന ലെയറിൽ, ഇപ്പൊ ഇതിൽ വരുന്ന ലെയർ, ഇപ്പൊ സ്റ്റെപ്പ് വൈസ് പറയുകയാണെങ്കിൽ ഇതാ ഒരെണ്ണം, ഒരു ലെയർ ഇവിടെ അല്ലെ. ഇപ്പൊ ഇങ്ങനെ ഒരു അതുപോലെ 4 എണ്ണം ഇവിടെ ഉണ്ടായിരിക്കല്ലോ. അപ്പൊ 8 യൂണിറ്റ് സെല്ലുകളാണ് ഒരു കോർണറിനെ ഷെയർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫലത്തിൽ എത്രയുള്ളൂ? 1/8 പോർഷൻ മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അപ്പൊ ഓരോ കോർണറും സത്യത്തിൽ 1/8 ഉള്ളൂ. 1/8 എടുത്തിട്ട് ഓരോ കഷ്ണവും ഓരോ യൂണിറ്റ് സെല്ലിന്റെ കയ്യിലാണ്. ഇവര് പരസ്പരം ചേർത്ത് വെക്കുമ്പോൾ മാത്രമാണ് ഒരു പാർട്ടിക്കിൾ ആകും. മനസ്സിലായോ? അപ്പൊ നമ്മൾ പ്രിമിറ്റീവിലെ ടോട്ടൽ പാർട്ടിക്കിൾസ് എത്ര ഉണ്ട് നോക്കുക. പ്രിമിറ്റീവിനകത്ത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്? നമുക്കറിയാം 8 കോർണേഴ്സ് ഉണ്ട് അല്ലെ. ഓരോ കോർണറിലും 8 എണ്ണം ഉണ്ടോ? ഇല്ല. ഓരോ കോർണറിലും ഒന്നും തികച്ചില്ല. ഓരോ കോർണറിലും എത്രയുള്ളൂ? 1/8 പോർഷൻ മാത്രമാണ്. That is 1/8 into 8 equal to 1. ഒറ്റ പാർട്ടിക്കിൾ മാത്രമാണ് ഒരു പ്രിമിറ്റീവിനകത്ത്. So total number of particles in primitive എത്രയാണ്? 1. ഓക്കെ, ഇതുപോലെ നമുക്ക് FCC നോക്കാം. FCC എത്ര പാർട്ടിക്കിൾസ് ഉണ്ടാവുന്നത്? FCC എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫേസ് സെന്റേർഡ് ആണ് അല്ലെ. അപ്പൊ FCC നമ്മൾ നോക്കുമ്പോ പാർട്ടിക്കിൾസ്, കോർണേഴ്സിലുള്ള പാർട്ടിക്കിൾസ് മാറ്റുന്നില്ല. ഒരു ഫേസിന് എത്ര പേര് ഷെയർ ചെയ്യുന്നുണ്ട്? നമുക്കറിയാം ഒരു ഫേസിനെ 2 പേര് ഷെയർ ചെയ്യില്ലേ. അപ്പൊ ഈ ഫേസിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ട്, മറ്റൊരു യൂണിറ്റ് സെൽ ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ഫലത്തിൽ 2 യൂണിറ്റ് സെല്ലുകളാണ് ഒരു പാർട്ടിക്കിളിന് ഷെയർ ചെയ്യുന്നത്. അതായത് ഇവിടെ നിലവിൽ പകുതിയുള്ളൂ, പകുതിയാളുടെ കയ്യിലാണ്. അപ്പൊ ഞാൻ ഫേസസിലെ പാർട്ടിക്കിൾസ് എത്രയാണെന്ന് നോക്കാം. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് at the centers of faces. അല്ലെ, ഫേസിന്റെ സെന്റേഴ്സിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്? ഫേസിന്റെ സെന്റർ നമുക്കറിയാം 6 ഫേസ് ഉണ്ട്. പക്ഷെ ഒരു ഫേസിൽ പകുതി ഇവിടെ ഉള്ളൂ, മറ്റു പകുതി ഈ യൂണിറ്റ് സെല്ലിന്റെ കയ്യിലാണ്. സ്വാഭാവികമായിട്ടും ഇവിടെ 1/2 ഉള്ളൂ, 3. Therefore total particles എത്രയാണ്? 1 + 3 =
4. മനസ്സിലായോ? ഇതുപോലെ നമുക്ക് ബി സി സി നോക്കാം. ബി സി സിയിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടാവുക? അപ്പൊ പ്രിമിറ്റീവ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 1/8 × 8 = 1. എഫ് സി സിയില് കോർണേഴ്സിൽ 1/8 × 8 = 1 തന്നെയാണ്. പക്ഷെ പാർട്ടിക്കിൾസ് അറ്റ് ദി സെന്റേഴ്സ് ഓഫ് ഫേസസ് 6 × 1/2 = 3 ഉള്ളൂ അല്ലെ. ബി സി സിയില് കോർണേഴ്സിൽ മാറ്റമൊന്നുമില്ല. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് at the corners അല്ലെ, the corners number of particles മാറ്റൊന്നുമില്ല. particles at the corners equal to 1/8 × 8 = 1. BCC സെന്ററിൽ ഒരെണ്ണ അത് യൂണിറ്റ് സെല്ലിന്റെ സ്വന്തമാണ്. വേറെ ഒരു യൂണിറ്റ് സെല്ലിനും കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അത് അതിന്റെ മാത്രമാണ്. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് at the center equal to 1. കാരണം അത് ആ യൂണിറ്റ് സെല്ലിന്റെ മാത്രമാണ്. Therefore, total particles equal to 1 + 1 = 2. അല്ലേ? അപ്പൊ എഫ് സി സിയിലും ബി സി സിയിലൊക്കെ നമ്മുടെ ഇത്ര 8 കോർണർ 8 എണ്ണം, ഫേസിലൊക്കെ സെന്ററിൽ 6 8 14 അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. കാരണം ഒരു യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് സ്പേസ് ലാറ്റിസിന്റെ ഭാഗമാണ്. ഒരുപാട് പേര് ഷെയർ ചെയ്യുന്ന ഭാഗങ്ങളാണ് അതൊക്കെ. മനസ്സിലായോ? മൂന്നാമത്തത് നമുക്കറിയാം. മൂന്നാമത്തെ സെന്റേഡ് ഏതാണ്? എൻഡ് സെന്റേഡ്. അപ്പൊ പ്രിമിറ്റീവിനകത്ത് 1/8 × 8 = 1. എഫ് സി സിയിലെ കോർണേഴ്സിൽ 1/8 × 8 = 1. ഫേസിന്റെ സെന്റേഴ്സിൽ 6 × 1/2 = 3. 1 + 3 = 4. ബി സി സിയിലെ പാർട്ടിക്കിൾസ് അറ്റ് കോർണേഴ്സ് 1 തന്നെ, സെന്ററിൽ 1 1 + 1 = 2. എൻഡ് സെന്റേഡില് എങ്ങനെ വരിക? കോർണേഴ്സില് മാറ്റൊന്നുമില്ല. പാർട്ടിക്കിൾസ് അറ്റ് ദി കോർണേഴ്സ് equal to 1/8 × 8 = 1. അപ്പൊ എൻഡുകളിലോ പാർട്ടിക്കിൾസ് അറ്റ് ദി എൻഡ്സ് നമുക്കറിയാം. 2 എൻഡുള്ളത് പാർട്ടിക്കിൾസ് അറ്റ് ദി എൻഡ്സ്. നമുക്കറിയാം എൻഡിൽ ഷെയർ ചെയ്യാൻ 2 പേര് വരില്ലേ? അപ്പൊ ഈ ഒരു എൻഡ്, ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട്, ഇതിന്റെ മേലെ ഒരു യൂണിറ്റ് സെൽ വരില്ലേ? ഇവിടെ ഒരു എൻഡ് ഉണ്ട്, ഇതിന്റെ മേലെ യൂണിറ്റ് സെൽ വരില്ലേ? ഫലത്തിൽ ഈ എൻഡിൽ പകുതിയുള്ളൂ. പകുതി ഇയാളെ കയ്യിലും പകുതി അയാളെ. ഇവിടെയുള്ള പാർട്ടികളുടെ പകുതി ഇവിടെ, പകുതി അവിടെ. അപ്പൊ 1/2 പോർഷൻ മാത്രമേ ഉള്ളൂ. പക്ഷെ എത്ര എൻഡ് ഉണ്ട്? 2 എൻഡ് ഉണ്ട്. അപ്പൊ 2 × 1/2 = 1. ആ 1/2 എങ്ങനെ മനസ്സിലായില്ലേ? എൻഡ് പകുതി, എൻഡ് 2 പേരെ അവർ എൻഡ് ഷെയർ ചെയ്യുക. പകുതി ഒരാളെ കയ്യിലും പാർട്ടികളുടെ പകുതി മേലുള്ള ആളെ കയ്യിലും. താഴെ തന്നെയാണ് അവസ്ഥ. സോ 2/2 × 1/2 = 1. Therefore, total particles equal to 1 + 1 = 2. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിമിറ്റീവ് ആയിക്കോട്ടെ, എഫ് സി സി ആയിക്കോട്ടെ, ഇ സി സി ആയിക്കോട്ടെ, കോർണേഴ്സിലുള്ള പാർട്ടിക്കിൾസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അത് ഓൾറെഡി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഏതെങ്കിലും സെന്ററിലേക്ക് വരുന്നുണ്ടോ, അവിടെ എത്ര പേര് ഷെയർ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇത് ഉപയോഗിച്ച് നമുക്ക് ഓരോന്നിലെയും പാർട്ടിക്കിൾസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഞാൻ ജസ്റ്റ് സമ്മറൈസ് ചെയ്യാണ്. യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് നമുക്കറിയാം സ്പേസ് ലാറ്റിസിന്റെ ഒരു പോർഷൻ ആണ്. സ്പേസ് ലാറ്റിസ് എന്ന് പറയുന്നത് 3 ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് ഓഫ് ക്രിസ്റ്റൽ ആണ്. ഒരുപാട് യൂണിറ്റ് സെൽ ചേർത്താൽ ഒരു സ്പേസ് ലാറ്റിസ് ആവും. യൂണിറ്റ് സെല്ലിന് 3 ആക്സിസ് ഉണ്ട്, എ ബി സി. 3 ആംഗിൾ ഉണ്ട്, ആൽഫ ബീറ്റ ഗാമ. പ്രധാനമായി 2 തരം യൂണിറ്റ് സെല്ലുകളുണ്ട്. സിമ്പിൾ ക്യൂബിക് ഓർ പ്രിമിറ്റീവ്. അതിനകത്ത് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് കോർണേഴ്സിൽ മാത്രമാവും. സോ ടോട്ടൽ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് 1/8 × 8 = 1 ആയിരിക്കും. സെന്റേർഡ് എന്ന് പറഞ്ഞാൽ കോർണേഴ്സിൽ കൂടാതെ മറ്റു സ്ഥലങ്ങളിൽ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സെന്റേർഡ് യൂണിറ്റ് സെല്ല്. 3 തരം സെന്റേർഡ് ഉണ്ട്. ബോഡി സെന്റേർഡ് ക്യൂബിക് ബി സി സി, ഫേസ് സെന്റേർഡ് ക്യൂബിക് എഫ് സി സി, എൻഡ് സെന്റേർഡ് ക്യൂബിക് ഇ സി സി. എഫ് സി സി ആണെങ്കിൽ അവിടെ പാർട്ടിക്കിൾസ് കോർണേഴ്സിൽ മാത്രമല്ല ഫേസിന്റെ സെന്റേഴ്സിലും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ടോട്ടൽ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് കോർണേഴ്സിലുള്ളത് കൂടാതെ ഫേസിലും കൂട്ടുക 1 + 3 = 4. ബി സി സിയിൽ കോർണേഴ്സിലുണ്ടാവും, സെൻട്രലുണ്ടാവും 1 + 1 = 2. ഇ സി സിയില് കോർണേഴ്സിലും അതുപോലെ എൻഡിലും ഉണ്ടായിരിക്കും. 2 എൻഡാണ്. ഓരോ എൻഡിലും പകുതി മാത്രമേ ആ യൂണിറ്റ് സെല്ലിന് സ്വന്തമായിട്ടുള്ളൂ. ബാക്കി പകുതി ഭാഗം മേലെയും താഴെയുമുള്ള യൂണിറ്റ് സെല്ലുകളുടേതാണ്. Therefore 1 + 1 = 2. This is about unit cell. So ഈ പോർഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഡൗട്ട്സ്, ഫീഡ്ബാക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻബോക്സിൽ, കമന്റ് ബോക്സിൽ ഇടുക. മറ്റൊരു പുതിയ ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. That's all. Thank you.